നമസ്കാരം. മലയാളികൾക്ക് ഒരിക്കലും മറക്കാൻ കഴിയാത്ത നടിയാണ് കനക. കരകാട്ടക്കാരൻ എന്ന തമിഴ് സിനിമയിലൂടെയാണ് കനക ആദ്യമായി സിനിമയിലേക്ക് എത്തുന്നത്. തമിഴ് നടി ദേവികയുടെ മകളായ കനക പിന്നീട് ഗോഡ് ഫാദർ എന്ന സിദ്ദിഖ് ലാൽ ചിത്രത്തിലൂടെ മലയാളികളുടെ മനം കവർന്നു. അതിലെ മാലു എന്ന നായിക മലയാളികൾക്ക് ഒരിക്കലും മറക്കാൻ കഴിയാത്ത ഒരു കഥാപാത്രമാണ് എന്ന് തന്നെ പറയാം. മന്ത്രി കൊച്ചമ്മ വരുന്നേ എന്ന പാട്ടും അതിലെ അഭിനയ സീനുകളും മുകേഷുമായി ചേർന്നുകൊണ്ടുള്ള സീനുകളുമൊക്കെ മലയാളികൾ ഇന്നും മനസ്സിൽ കാത്തു സൂക്ഷിക്കുന്ന ഒരു നായിക തന്നെയാണ് മാലു എന്ന് എടുത്തു പറയുന്ന കഥാപാത്രം തന്നെയാണ്. പിന്നീട് മമ്മൂട്ടിയോടൊപ്പവും ജയറാമിനോടൊപ്പവുമൊക്കെ നിരവധി കഥാപാത്രങ്ങളായി മലയാളികളെ വിസ്മയിപ്പിച്ച നടിയാണ്. എന്നാൽ ഇടയ്ക്ക് വെച്ച് കനക വളരെ പെട്ടെന്ന് തന്നെ ഈ സിനിമാ ലോകത്ത് നിന്നും അപ്രത്യക്ഷയാവുകയായിരുന്നു. അത് അമ്മയുടെ മരണത്തോടുകൂടിയാണ് എന്നാണ് അറിയുന്നത്. അതായത് തമിഴ്നാട്ടിലെ പ്രശസ്ത നടിയായ ദേവികയുടെ മകളായിരുന്നു. കോടിക്കണക്കിന് ആസ്തിയുള്ള ദേവികയുടെ ഏക മകളാണ് കനക. അമ്മയുടെ മരണത്തോടെയാണ് കനക ഒറ്റയ്ക്കായിപ്പോയത്. കാരണം ഈ ദേവികയും ഭർത്താവും തമ്മിൽ വിവാഹ മോചനം തേടി നിൽക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ അമ്മ മാത്രമായിരുന്നു കനകയ്ക്ക് ഏക ബന്ധം. അമ്മ മരിച്ചോടുകൂടി കനക ഉൾവലിയുകയും ചില മന്ത്രവാദങ്ങളിൽ പെടുകയും ഒക്കെ ചെയ്തു. അങ്ങനെ ഏതോ മന്ത്രവാദിയുടെ കരങ്ങളിലാണ് എന്നും അന്ധവിശ്വാസത്തിന് അടിമയാണ് എന്നും അന്ധവിശ്വാസത്തിലൂടെയാണ് മുന്നോട്ട് പോകുന്നത് എന്നുമൊക്കെയുള്ള വിവാദങ്ങളും കിംവദന്തികളുമൊക്കെ അക്കാലത്ത് പരക്കുകയുണ്ടായി. അങ്ങനെ അത്തരത്തിലുള്ള ചില ഫോട്ടോകളും പുറത്തു വന്നിരുന്നു. കനക ഒരു മുറിയിൽ അല്ലെങ്കിൽ ഒരു വീട്ടിൽ ഒറ്റയ്ക്കാണ് താമസമെന്നും പുറം ലോകവുമായി യാതൊരു ബന്ധവുമില്ല എന്നുമുള്ള വാർത്തകൾ പുറത്തു വന്നിരുന്നു. അതിനിടയിലാണ് തൻ്റെ ഭർത്താവിനെ കാണുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് കനക തന്നെ നേരിട്ട് പ്രത്യക്ഷപ്പെട്ടത്. കാലിഫോർണിയയിലെ എഞ്ചിനീയറായ മുത്തുമാരൻ എന്ന ആളാണ് കനകയുടെ ഭർത്താവ്. ഈ കോടിക്കണക്കിന് ആസ്തിയുള്ള കനകയുടെ സ്വത്ത് കണ്ടിട്ട് തന്നെയാണ് ഈ മുത്തുമാരൻ എന്ന യുവാവ് കനകയെ വിവാഹം കഴിച്ചതെന്നും പിന്നീട് ഇവർ തമ്മിൽ വേർപിരിയുകയായിരുന്നു എന്നുമൊക്കെ റിപ്പോർട്ടുകളുണ്ട്. എന്തായാലും ഇതോടുകൂടി കനക വീണ്ടും വലിയ തോതിൽ ഒറ്റപ്പെടുകയും വീട്ടിൽ നിന്നും പുറത്തിറങ്ങാതെയാവുകയും ചെയ്തു. എന്നാൽ കഴിഞ്ഞ ദിവസം കനകയുടെ പേരിൽ പ്രത്യക്ഷപ്പെട്ട ചിത്രമാണ് വീണ്ടും വിവാദമായിരിക്കുന്നതെന്ന് പറയാം. കനക വീണ്ടും രംഗപ്രവേശം ചെയ്തു എന്നും കനകയ്ക്ക് കുഴപ്പമൊന്നുമില്ല എന്നുള്ള രീതിയിൽ കനക തന്നെ പോസ്റ്റ് ചെയ്ത ഫോട്ടോയായിരുന്നു ഇത്. ഇതുമായി ബന്ധപ്പെട്ട് പിന്നീട് ഒരുപാട് ചോദ്യങ്ങളുണ്ടായി. കനക എന്താണ് ഉൾവലിഞ്ഞ് നിൽക്കുന്നത്, കനക എന്തുകൊണ്ടാണ് പുറത്തേക്ക് വരാത്തത് എന്നൊക്കെയുള്ള ചോദ്യങ്ങളുണ്ടായി. താൻ ഉടൻ തന്നെ സിനിമാ ഇൻഡസ്ട്രിയുമായി ബന്ധപ്പെടുമെന്നും സിനിമയിലേക്ക് എത്തും എന്നുമൊക്കെ കനക തന്നെ പറഞ്ഞുകൊണ്ടുള്ള പോസ്റ്റാണ് കഴിഞ്ഞ ദിവസം പ്രത്യക്ഷപ്പെട്ടത്. എന്തായാലും കനക വീണ്ടും സിനിമയിലേക്ക്, പ്രത്യേകിച്ച് മലയാള സിനിമയിലേക്ക് കടന്നു വരും എന്ന പ്രതീക്ഷയിലാണ് മലയാളികളായ പ്രേക്ഷകർ ഇപ്പോഴുള്ളത്.